CPMന് കുരുക്കായി വിവാദ കാഫിർ സ്ക്രീൻഷോട്ട് ഫോറൻസിക് പരിശോധനാ ഫലം. സ്ക്രീൻഷോട്ട് ആദ്യം ഷെയർ ചെയ്തത് ഡിവൈഎഫ്ഐ വടകര ബ്ലോക്ക് പ്രസിഡന്റ് റിബേഷ് രാമകൃഷ്ണന്റെ ഫോണിൽ നിന്നാണെന്നാണ് പരിശോധനാ ഫലം. അധ്യാപകൻ കൂടിയായ റിബേഷിനെതിരെ വകുപ്പുതല അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല. സ്ക്രീൻഷോട്ട് ആദ്യം ഫോർവേഡ് ചെയ്തതെന്ന് പോലീസ് കണ്ടെത്തിയ ഡിവൈഎഫ്ഐ നേതാവ് റിബേഷിന് എവിടെ നിന്നാണ് സ്ക്രീൻഷോട്ട് കിട്ടിയതെന്ന് വെളിപ്പെടുത്താതിരുന്നതോടെയാണ് ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചത്. ഫോറൻസിക് പരിശോധനയിൽ പോലീസ് കണ്ടെത്തൽ ശരിയാണെന്ന് തെളിഞ്ഞു. എന്നാൽ സ്ക്രീൻഷോട്ട് ഇതേ ഫോണിൽ തന്നെയാണോ നിർമ്മിച്ചതെന്ന പരിശോധന പൂർത്തിയായിട്ടില്ല. സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തതുമായി ബന്ധപ്പെട്ട പരിശോധനാ ഫലം പോലീസിന് കൈമാറിയിട്ടുണ്ട്. അധ്യാപകനായ റിബേഷ് രാമകൃഷ്ണനെതിരെ വകുപ്പുതല അന്വേഷണത്തിനും തീരുമാനമുണ്ടായിരുന്നു. തോടന്നൂർ AEOയാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ചുമതലപ്പെടുത്തിയത്. എന്നാൽ ഇടത് അധ്യാപക സംഘടനാ നേതാവായ റിബേഷിനെതിരെ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസമാണ് KK ശൈലജയെ കാഫിർ എന്ന് അധിക്ഷേപിച്ചുള്ള സ്ക്രീൻഷോട്ട് CPM അനുകൂല ഫേസ്ബുക്ക്, വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിക്കപ്പെട്ടത്. റെഡ് എൻകൗണ്ടേഴ്സ് ഗ്രൂപ്പിൽ നിന്ന് റെഡ് ബറ്റാലിയൻ എന്ന ഗ്രൂപ്പിലേക്കും അവിടെ നിന്ന് പോരാളി ഷാജി, അമ്പലമുക്ക് സഖാക്കൾ എന്നീ ഫേസ്ബുക്ക് പേജിലേക്കും സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യപ്പെട്ടു. ഇവിടെ നിന്നാണ് വ്യാപകമായി പ്രചരിക്കപ്പെട്ടതെന്നാണ് പോലീസ് കണ്ടെത്തൽ. ജനങ്ങളെ വിഭജിച്ച് വോട്ട് തട്ടുകയെന്ന കുതന്ത്രമാണ് CPM നടപ്പിലാക്കാൻ ശ്രമിച്ചതെന്ന ആക്ഷേപമുണ്ടായിരുന്നു. സ്ക്രീൻഷോട്ട് നിർമ്മിച്ചതിലും പ്രചരിപ്പിച്ചതിലും പങ്കില്ലെന്നായിരുന്നു CPMും DYFIയും ആവർത്തിച്ചു പറഞ്ഞിരുന്നത്. എന്നാൽ അവർക്ക് തിരിച്ചടിയാണ് ഫോറൻസിക് ഫലം. ജനം, കോഴിക്കോട്.